वचनों को आज और भी हम आशा के साथ बैठे और भी याव के साथ बैठे परमेश्वर के सन्मुख में। परमेश्वर पवित्र आत्मा देव हमसे बातें करे। आइए ताली बजाते हुए परमेश्वर के दासों का हम स्वागत करेंगे। वेलकम पास्टर साहब, वेलकम। Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ ദൈവജനത്തോടുകൂടെ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുക. एक और आशीषित मौका प्रभु की सेवकाई का हम दोनों को प्रभु ने दिया। मैं परमेश्वर को धन्यवाद देता हूँ। വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. इन दिनों में हम बहुत ही एक खास विषय को सीख रहे हैं। വളരെ ആഴമേറിയ ചില സത്യങ്ങൾ ആ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കുകയാണ്. और उन वचन के हिस्सों में से बहुत ही गहरी सच्चाइयों को हम समझ रहे हैं। നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന മറ്റൊരു തലത്തിലേക്ക് നയിക്കുന്ന വണ്ണമുള്ള ആഴമേറിയ സത്യങ്ങളാണ് ഈ വചനഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. हमारी मसीही जिंदगी को एक अलग ही स्तर की ओर ले जाने वाली गहरी सच्चाइयों को हम इन हिस्सों में सीख रहे हैं। സഹോദരങ്ങളെ, ഇത് പഠിച്ച് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയല്ല, പിന്നെയോ നാം ഈ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക തന്നെ വേണം. भाइयों, इसे सीखने का उद्देश्य ये नहीं है कि हमारी जानकारी बढ़ जाए, बल्कि ये हमारी जिंदगी में, हमारे दिलों में उतरे और एक बदलाव हमारी जिंदगी में आने पाए। യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ദൈവവചനം കേട്ട് നിങ്ങളെ തന്നെ ചതിക്കുന്നവരായി നിങ്ങൾ തീരരുത്. याकूब की पत्री में हम पढ़ते हैं कि तुम परमेश्वर के वचन को सुनकर अपने आप को धोखा देने वाले न बनो। അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവചനം കേട്ട് നമ്മളെ ചതിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നാളെ ഒരിക്കലും ദൈവവചനം കേട്ടില്ല എന്ന് ദൈവസന്നിധിയിൽ പറയുവാൻ തക്കവണ്ണം ഇടയില്ല. അതുകൊണ്ടാണ് കേട്ടിട്ട് അനുസരിക്കാത്തവരെയൊക്കെ ചതിക്കപ്പെടുന്നു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. वहां वचन में जो लिखा है कि वचन को सुनकर अपने आप को धोखा देने वाले न बनो, तो इसका मतलब ये है कि कल को जब हम प्रभु के सामने जाएंगे तो हम ये नहीं कह सकते कि हमने सुना नहीं है। इसीलिए वचन पर चलने के लिए कहा गया है, और यही उसका मतलब है कि वचन को सुनकर खुद को धोखा न दो। മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ് ഈ ദിവസങ്ങൾ നമ്മൾ പഠിക്കുന്ന വേദഭാഗം. मत्ती का सुसमाचार 6 अध्याय 13वां वचन, उसमें से हम इन दिनों में सीखते आ रहे हैं। അവിടെ എഴുതിയിരിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. वहां लिखा है, हमें परीक्षा में न ला, परंतु बुराई या दुष्ट से बचा। അപ്പോൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത് പരീക്ഷ എന്ന വിഷയവുമായി സംബന്ധിച്ച ചില കാര്യങ്ങളാണ്. तो इन दिनों में हम परीक्षा के बारे में कुछ बातों को सीख रहे हैं। പരീക്ഷ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ ക്രിസ്തു യേശുവും പരീക്ഷയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി, അപ്പോസ്തലന്മാരും പരീക്ഷയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ കോണം കഴിഞ്ഞു. परीक्षाएं हमारी जिंदगी में कैसे आती हैं? हमारा प्रभु भी परीक्षाओं में से होकर गुजरा, और प्रभु के चेले प्रेरित भी परीक्षाओं में से होकर गुजरे। इन बातों को हमने समझा। ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം പരീക്ഷയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഈ ജഡത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ പരീക്ഷ ഉണ്ടാകരുത് എന്ന് നമുക്ക് ആഗ്രഹിക്കുവാൻ കോണം കഴിയത്തില്ല. जब तक हम इस दुनिया में हैं, हमें परीक्षाओं में से गुजरना पड़ेगा। जब तक हम इस शरीर में हैं, तब तक हम ये इच्छा नहीं कर सकते हैं कि मुझे परीक्षाओं में से ना गुजरना पड़े। എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും പരീക്ഷകളിലൂടെ കടന്നുപോയി, എങ്കിലും പാപം ചെയ്തില്ല എന്ന്. इब्रानी 4 अध्याय में हम पढ़ते हैं कि हमारा प्रभु भी हमारी ही तरह परखा गया, पर वो निष्पाप निकला। അപ്പോൾ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും, കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ ഈ ഭൂമിയിലെ രാജ്യത്തിൽ നമ്മൾ പരീക്ഷകളെ അതിജീവിക്കേണ്ടിയിരിക്കുന്നു. तो परमेश्वर के जनों, भाइयों, अगर प्रभु ने हमें बुलाया है तो इस धरती पर रहते समय हमें परीक्षाओं को जीतना जरूरी है। കാരണം സ്വർഗത്തിന്റെ വഴി ഒന്നും ഈ ഭൂമിയുടെ വഴി മറ്റൊന്നുമാണ്. क्योंकि स्वर्ग का मार्ग कुछ अलग है, इस पृथ्वी का मार्ग कुछ अलग है। നമുക്കറിയാം, ഒഴുക്കിനെതിരെ നീന്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബലം പ്രയോഗിച്ചേ മതിയാകൂ. हम जानते हैं कि अगर बहाव के खिलाफ तैरना है तो
तो हमारे लिए थोड़ी ज्यादा ताकत लगाना जरूरी है। അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഭൂമിയുടെ ഒഴുക്കിനെ നമ്മൾ നേരിടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പരീക്ഷയുണ്ട്. तो जब हम इस धरती पर रहते हैं, उस समय अगर हम इस धरती के बहाव के विरोध में चलना चाहते हैं तो एक परीक्षा है हमारे सामने। ഇന്നത്തെ രാത്രിയിൽ ദൈവവചനം വളരെ ശ്രദ്ധയോടെ സഹോദരങ്ങളെ കേൾക്കണമേ എന്ന് അപേക്ഷിക്കുക. भाइयों, मेरा अनुरोध है आपसे कि आज बड़े ध्यान से वचन को सुने। നമുക്ക് ഏത് ജീവിതത്തിൽ നമുക്ക് ഏത് പരീക്ഷകൾ വന്നാലും ശരി, പരീക്ഷകൾ വരുന്നതിന് മുമ്പ് കർത്താവ് നമുക്കൊരു മുന്നറിയിപ്പ് തരും. हमारी जिंदगी में चाहे कोई भी परीक्षा आए, उस परीक्षा के आने से पहले प्रभु हमें चेतावनी देता है। നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ എല്ലായിടത്തും ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, വലിയ കാറ്റടിക്കുന്നതിന് മുമ്പ്, സുനാമി വരുന്നതിന് മുമ്പ്, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് കാലാവസ്ഥാ നിരീക്ഷകർ, അതിനുള്ള മിനിസ്ട്രി നമുക്ക് മുന്നറിയിപ്പ് തരാറുണ്ട്. हम ये जानते हैं कि कोई भी प्राकृतिक आपदा या विपत्ति आने से पहले, बड़ी आंधी आने से पहले या सुनामी आने से पहले मौसम विज्ञानी पहले से इसकी चेतावनी देते हैं, जानकारी देते हैं। ഈ മുന്നറിയിപ്പ് നമുക്ക് കിട്ടുന്നത് നമ്മൾ അത് അറിഞ്ഞിട്ട് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയാണോ, അതോ നമ്മൾ സ്വയം അപകടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണമുള്ള മുന്നറിയിപ്പുകളാണോ? ये चेतावनी हमें क्यों दी जाती है? क्या इसलिए कि इस चेतावनी को सुनकर हम दूसरों को बताएं, या फिर इसलिए चेतावनी दी जाती है कि हम अपनी जिंदगी को बचाएं, उस खतरे से खुद को बचाएं? അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിലും കർത്താവ് നമ്മളോട് ചില മുന്നറിയിപ്പുകൾ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, അത് നമ്മൾ ഏറ്റെടുത്ത് അപകടങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കുക. तो भाइयों, आज भी प्रभु हमें कुछ चेतावनियां देना चाहता है और हम उसे स्वीकार करें और खतरों से खुद को बचाने की कोशिश करें। ശിഷ്യന്മാരുടെ ജീവിതത്തിൽ, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു രാത്രിയാണ് ഗെത്സമനയിൽ ഉണ്ടായ രാത്രി. चेलों की जिंदगी में, प्रेरितों की जिंदगी में गतसमनी की रात एक ऐसी रात थी जिसे वो कभी जिंदगी में भुला नहीं सकते। അതിന്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ മരിക്കുവാൻ തക്കവണ്ണം ഇടയായത്. उसके अगले दिन हमारा प्रभु यीशु मसीह क्रूस पर मरता है। തലേ രാത്രിയിൽ യേശു കർത്താവ് തന്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഗെത്സമനയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. और उसकी पिछली रात को प्रभु यीशु मसीह अपने 3 प्रिय चेलों को साथ लेकर गतसमनी के बाग में प्रार्थना करने के लिए जाता है। മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ നമ്മൾ ആ ഭാഗം വായിക്കുന്നുണ്ട്. मत्ती का सुसमाचार 26वें अध्याय में हम उस हिस्से के बारे में पढ़ते हैं। പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഈ 3 ശിഷ്യന്മാരെ കൊണ്ട് പോകുമ്പോൾ കർത്താവ് അവരെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, ഞാൻ ഇപ്പൊ വരാം. पतरस, याकूब और यूहन्ना को लेकर प्रभु जाता और एक जगह वो उनसे कहता है, तुम यहीं बैठो, मैं प्रार्थना करके वापस आऊंगा। നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. കർത്താവ് കുറച്ച് മുന്നോട്ട് പോയി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, തന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളെ പോലെയായി എന്ന്. हम जानते हैं कि उसके बाद में क्या होता है। प्रभु वहां से थोड़ा सा और आगे जाता है, रो रो कर प्रार्थना करता है, और वहां पे लिखा है कि उसकी खून की जो बूंदे हैं वो पसीने की ना है, उसके शरीर से टपक रही थी। അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, കർത്താവിന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ വീണു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം that much intense was the prayer. और आप सोच के देखिए कि उसके लहू की बूंदे वो पसीने के रूप में बह रही है, तो इसका मतलब वो इतनी तीव्र प्रार्थना थी। കർത്താവ് ആ പ്രാർത്ഥിച്ച സമയങ്ങളിൽ വലിയ ആത്മീയ പോരാട്ടം തന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. प्रभु जब ये प्रार्थना कर रहा था तो उस समय उसकी आत्मिक जिंदगी में एक बड़ा युद्ध हो रहा था। എന്തിനാണ് ഈ സഹോദരന്മാരെ അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് താൻ പ്രാർത്ഥിക്കുവാനായി പോയതെന്ന് ചോദിച്ചാൽ, മാറിയിരുന്ന് താൻ പ്രാർത്ഥിക്കുന്നത് കാണുവാനല്ല, പിന്നെയോ തന്നോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനാണ്. अगर आप ये पूछे कि वो इन भाइयों को, इन चेलों को साथ में लेकर क्यों गया, तो वो इसलिए नहीं लेकर गया कि वो तीनों बैठकर उसको प्रार्थना करते हुए देखें, बल्कि इसलिए लेकर गया था कि वो भी उसके साथ में दुआ करें। നമ്മുടെ കർത്താവ് ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സഹോദരന്മാർ എന്ത് ചെയ്യുകയായിരുന്നു? हमारा प्रभु जब टूटे दिल के साथ में दुआ कर रहा था, उस समय ये भाई लोग क्या कर रहे थे? അവർ ഉറങ്ങിപ്പോയി. वो सो गए।
കർത്താവ് തിരിച്ചു വന്നപ്പോൾ അവർ ഉറങ്ങുന്നവരായിട്ട് കണ്ടിട്ട് കർത്താവ് ചോദിക്കുന്നു, ഒരല്പസമയം എന്നോട് കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? प्रभु जब वापस आता उनको सोते हुए देखकर उनसे पूछता है, क्या तुम थोड़ी देर भी मेरे साथ जाग कर प्रार्थना नहीं कर सकते? സഹോദരങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണമേ, കർത്താവ് ഒരു വാണിംഗ് കൊടുത്ത് എന്താണെന്നറിയാമോ? ആത്മാവ് ഒരുക്കമുള്ളത് ശരീരമോ ബലഹീനമത്രേ. प्रभु वहां पर एक चेतावनी देता है। आपको पता है वो क्या कहता है? वो कहता है कि आत्मा तो तैयार है परंतु शरीर निर्बल है। അത് പറഞ്ഞിട്ട് കർത്താവ് വീണ്ടും പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നു. മടങ്ങി വരുമ്പോൾ അവർ വീണ്ടും ഉറങ്ങുന്നതായിട്ട് കാണുന്നു. ये कहकर प्रभु फिर से प्रार्थना करने के लिए चला जाता है। वहां से जब वापस आता है उस समय भी ये लोग सो रहे हैं। കർത്താവ് ഒന്നും മിണ്ടിയില്ല. കർത്താവ് വീണ്ടും മൂന്നാമത് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और वहां हम देख सकते हैं उस समय प्रभु कुछ नहीं कहता, तीसरी बार वो प्रार्थना करने के लिए जाता है। സഹോദരങ്ങളെ ഇവിടെ ശ്രദ്ധിച്ചു കേൾക്കണമേ, കർത്താവ് പറഞ്ഞു ആത്മാവ് ഒരുക്കമുള്ളത് ജഡം ബലഹീനമത്രേ. भाइयों यहाँ ध्यान दीजिएगा, वचन कहता है कि आत्मा तो तैयार है परंतु शरीर दुर्बल है। അതായത് പിന്നെ മണിക്കൂറുകളിൽ കടന്നു വരുവാൻ പോകുന്ന വലിയ ആപത്തുകളെ കർത്താവ് മുന്നമേ കണ്ടിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, അതിൽ നിന്ന് അതിജീവിക്കുവാൻ, ആ പരീക്ഷകളെ അതിജീവിപ്പാൻ തക്കവണ്ണം നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. यानी इसका मतलब अगले कुछ घंटों में आने वाले खतरों को देखते हुए प्रभु उनसे ये कह रहा है कि आगे जो परीक्षाएं आने वाली है उन पर जीतने के लिए, उन पर जय पाने के लिए तुम्हें प्रार्थना करनी है। നിങ്ങൾക്കറിയാമോ എന്താ സംഭവിച്ചത്? അവർ പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ട് എന്തൊക്കെ പറ്റിയെന്നറിയാമോ? ഗെത്സമന തോട്ടത്തിൽ വെച്ച് നമുക്കറിയാം, കർത്താവിനെ അറസ്റ്റ് ചെയ്യുവാൻ വന്ന് ഒരാളുടെ ചെവിയെ പത്രോസ് അറുത്തു മുറിക്കുന്നതായിട്ട് വാളെടുത്ത്, ഒരിക്കലും വാളെടുക്കരുതാത്തവൻ. കർത്താവ് വാളിനെ കുറിച്ചല്ല പഠിപ്പിച്ചത്, കർത്താവ് ക്ഷമയെ കുറിച്ചാണ് പഠിപ്പിച്ചത്. കർത്താവ് പഠിപ്പിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്റെ ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് താൻ വാളെടുത്ത് ഒരു പടയാളി അല്ലെങ്കിൽ പുരോഹിതന്റെ ദാസനെ വെട്ടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. पर हम जानते हैं कि उनके प्रार्थना न करने के कारण क्या होता है। जब सैनिक यीशु को पकड़ने के लिए आते हैं तो उनमें से एक अपनी तलवार से महायाजक के दास के कान को काट देता है। प्रभु ने हथियार उठाने के बारे में नहीं कहा था, प्रभु ने क्षमा करना सिखाया था, लेकिन प्रभु ने जो सिखाया उसके बिल्कुल विपरीत अपने शरीर पर भरोसा करते हुए वो लोग वो एक दास के कान को काट देते हैं। അത് മാത്രമല്ല സംഭവിച്ചത്, പിന്നെ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഇതേ പത്രോസ് തന്നെ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और सिर्फ इतना ही नहीं, कुछ ही घंटों के बाद में हम देखते हैं कि वही पतरस एक लड़की के सामने 3 बार प्रभु को इनकार कर देता है, ठुकरा देता है। സഹോദരങ്ങളെ, കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പഠിച്ചതുപോലെ എന്നെ പരീക്ഷയിൽ കടക്കാതിരിപ്പാൻ തക്കവണ്ണം കർത്താവെ ബലം തന്ന് സൂക്ഷിക്കണമേ എന്ന് പത്രോസ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ 2 അപകടങ്ങൾ, ഈ 2 തോൽവികൾ പത്രോസിന്റെ ജീവിതത്തിൽ വരികയില്ലായിരുന്നു. प्रभु ने जब उनको प्रार्थना करने के लिए कहा था, अगर वो प्रार्थना करते, जैसे हमने अभी ये वचन प्रार्थना का पढ़ा कि हे प्रभु हमें परीक्षा से बचा, अगर पतरस ऐसी प्रार्थना करता तो अपनी जिंदगी में उसे उन 2 परीक्षाओं से गुजरना नहीं पड़ता या फिर वो उन पर जीत जाता। കർത്താവ് പറഞ്ഞു ആത്മാവ് ഒരുക്കമുള്ളതാണ്, ശരീരം ബലഹീനമത്രേ. प्रभु कहता है आत्मा तो तैयार है परंतु शरीर दुर्बल है। ഞാൻ സഹോദരങ്ങളെ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആത്മാവ് കൊണ്ടാണോ പാപം ചെയ്യുന്നത്, ശരീരം കൊണ്ടാണോ പാപം ചെയ്യുന്നത്? भाइयों आपसे मेरा एक सवाल कि हम आत्मा से पाप करते हैं या शरीर से पाप करते हैं? നമ്മുടെ ആത്മാവിൽ വലിയ സന്തോഷമാണ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ആത്മാവിൽ ഒത്തിരി ആഗ്രഹമുണ്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ തക്കവണ്ണം, നമ്മുടെ ആത്മാവിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ചിലതൊക്കെ വേണ്ടാന്ന് വെക്കുവാൻ തക്കവണ്ണം. പക്ഷേ ശരീരം നമ്മളെ അതിന് സമ്മതിക്കുന്നില്ല. हमारी आत्मा प्रार्थना से बड़ी आनंदित होती है, हमारी प्रार्थना प्रभु के लिए बहुत कुछ करना चाहती है, हमारी आत्मा प्रभु की बातों से बड़ी आनंदित रहती है, लेकिन हमारा शरीर इजाजत नहीं देता है। അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്റെ ആത്മാവ് ഒരുക്കമാണ് പക്ഷെ നിന്റെ ജഡം ബലഹീനമാണ്. ഈ ജഡത്തെ ജയിക്കുവാൻ തക്കവണ്ണം നിനക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ, പരീക്ഷയെ ജയിക്കുവാൻ തക്കവണ്ണം നിനക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. इसीलिए प्रभु ये कहता है कि आत्मा तो तैयार है परंतु शरीर दुर्बल है। अगर तू इस शरीर को जीतना चाहता है, अगर तू परीक्षा में जीतना चाहता है तो तुझे प्रार्थना करनी होगी।
സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, പരീക്ഷകൾ വരുന്നതിന് മുമ്പ്, നമ്മുടെ തോൽവി സംഭവിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പുകൾ തരുമെന്ന്. भाइयों, मैंने आपको बताया था कि हमारी जिंदगी में परीक्षाओं के आने से पहले, हमारी जिंदगी में हार आने से पहले परमेश्वर का आत्मा हमें चेतावनी देता है। ശരിക്കും നമുക്ക് മനസ്സിലാകത്തില്ലേ, അരുതാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയത്തില്ലേ, നമ്മുടെ ആത്മാവ് നമ്മളോട് പറയത്തില്ലേ, അത് ചെയ്യരുത്, അങ്ങനെ പറയരുത്, അത് നോക്കരുത്, അത് കാണരുത്, ആ സ്ഥലത്ത് പോകരുതെന്ന്. कुछ भी गलत करने से पहले क्या हमारी आत्मा हमें मना नहीं करती है? क्या वो अंदर से हमसे नहीं कहती है कि ये मत देख, वो मत बोल, उधर मत जा, ये मत कर? അതിന് കാരണം കർത്താവ് വാണിംഗ് തരികയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ബലഹീനരാണ് എങ്കിൽ നാം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? കർത്താവേ, എന്നെ സഹായിക്കണമേ, ഞാൻ മുങ്ങിപ്പോകുന്നു, ഞാൻ വീണു പോകുന്നു, ഞാൻ ടെംപ്റ്റഡായി പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകുന്നു. കർത്താവേ, ഇതിനെ അതിജീവിക്കുവാനുള്ള കൃപ, ഇതിനെ വെറുക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. तो वही है कि वो प्रभु हमें उस समय चेतावनी दे रहा है, और जब हमें पता है कि हम दुर्बल हैं तो हमें क्या करना है? हमें ये दुआ करनी है कि प्रभु, मैं डूब रहा हूं, मैं गिर रहा हूं, मैं परीक्षा में पढ़ रहा हूं, मैं परीक्षा में गिर रहा हूं, इसलिए मुझे प्रभु उसमें स्थिर रहने का अनुग्रह दे, मुझे इसमें डूबने से बचने का अनुग्रह दे, इन पापों से नफरत करने का अनुग्रह मुझे दे। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ എവിടെയൊക്കെ ജയിച്ചെന്ന് പറഞ്ഞാലും, എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും, എത്ര അധ്വാനിച്ചെന്ന് പറഞ്ഞാലും, എന്തെല്ലാം ശുശ്രൂഷകൾ ഉയർന്നെന്ന് പറഞ്ഞാലും, വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും തോറ്റു കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഈ നേട്ടങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണ് എന്ന് നാം ഒന്ന് സ്വയം ചിന്തിക്കണം. भाइयों, चाहे हम कितनी जगह भी जीतते क्यों ना आए हों, कितना कुछ भी हम कमा क्यों न चुके हों, चाहे हम सेवकाई में कितनी भी ऊंचाई पर क्यों न पहुंच गए हों, पर आप एक बार सोच कर देखिए, अगर व्यक्तिगत जिंदगी में हम बार बार हार रहे हैं, गिर रहे हैं, तो फिर इस सब का क्या फायदा? ഈ ലോകം മുഴുവനും നോക്കുമ്പോൾ നമ്മൾ ജയാളിയാണ്. അവരുടെ മുമ്പിലൊക്കെ കാണിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ട്. എന്നാൽ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ അറിയാം, നാം തോറ്റു പോകുന്ന ഒരു വ്യക്തിയാണെന്ന്. सारी दुनिया की नजरों में हम विजेता हैं, उनको लगता है कि हम बहुत ही सफल हैं क्योंकि हमारे पास दिखाने के लिए बहुत सारी सफलताएं हैं, लेकिन दिल की गहराई में, व्यक्तिगत जिंदगी में हम अपने बारे में जानते हैं कि हम बार बार हारने वाले व्यक्ति हैं। സർവശക്തനായ കർത്താവിന്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്ക് കഴിയാതെ വരുന്നു. അതുപോലെ തന്നെ ദുഷ്ടനാകുന്ന പിശാചിന്റെ മുമ്പിലും ധൈര്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയാതെ വരുന്നു. सर्वशक्तिमान परमेश्वर के सामने इसी कारण हम हियाव के साथ खड़े नहीं हो पाते, बिल्कुल उसी तरह दुष्ट शैतान के सामने खड़े होने का भी हियाव हमारे अंदर नहीं होता। കാരണം വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തോൽവികളൊക്കെയും അതാത് സമയം എഴുതിക്കൊണ്ടിരിക്കുന്നവനാണ് ദുഷ്ടനാകുന്ന പിശാച്. क्योंकि हमारी व्यक्तिगत जिंदगी में जब जब कोई गलती होती है, जब जब हम हारते हैं, उसी समय उनको लिखने वाला व्यक्ति है शैतान। പിശാചിനെ നോക്കിക്കൊണ്ട് നാം എത്ര കടന്ന് അലറി വിളിച്ചെന്ന് പറഞ്ഞാലും, യേശുവിന്റെ നാമത്തിൽ ജയം പറഞ്ഞെന്ന് പറഞ്ഞാലും, യേശുവിന്റെ രക്തത്തിൽ ജയം പറഞ്ഞെന്ന് പറഞ്ഞാലും അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കും. കാരണം അവൻ അറിയാം വ്യക്തിപരമായ ജീവിതത്തിൽ നാം തോറ്റുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അവനെതിരെ നിൽക്കുവാനുള്ള ബലമില്ലെന്ന്. ऐसी हालत में चाहे शैतान के सामने कितना भी चिल्लाओ, उसके सामने कितना भी यीशु के लहू की जय बोलो, यीशु की जय बोलो, वो हमें देखकर हंसता रहेगा, मुस्कुराता रहेगा, क्योंकि वो जानता है बड़े अच्छे से कि ये आदमी व्यक्तिगत जिंदगी में हारा हुआ है, इसीलिए वो आपकी आज्ञा को नहीं मानता है। നമ്മൾ വൈകാരികമായി സഭയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയ ബഹളം കാണിക്കുമ്പോൾ, വലിയ കൽപ്പനകൾ പുറപ്പെടുവിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു എന്ന് പറയുമ്പോൾ, കൂടെ നിൽക്കുന്നവർ കൈയടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. കൂടെ നിൽക്കുന്നവർ കൈയടിച്ച് ആത്മാവിലാകുന്നു തോന്നും. പക്ഷേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പിശാച് ഉള്ളിന്റെ ഉള്ളിൽ നമ്മളെ നോക്കി ചിരിക്കുകയാണ്. നമ്മുടെ വാക്കുകൾക്ക് അവൻ പുറംതിരിഞ്ഞു നിൽക്കും. അവൻ ഭയപ്പെടത്തില്ല. കാരണം എന്തെന്നറിയാമോ? നാം തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. जब हम लोगों के सामने, कलीसिया के सामने बड़े भावुक होकर जोर से हम चिल्लाते हैं, हम बड़ी बड़ी आज्ञाएं शैतान को जब देते हैं लोगों के सामने, तो साथ में खड़े हुए लोग शायद ताली बजाएंगे, हमारा उत्साह बढ़ाएंगे, हमारे लिए वो आनंदित होंगे। पर शैतान जो दिल की गहराई में हमें बड़े अच्छे से जानता है, वो हमारी बात को नहीं मानेगा, वो हमारी आज्ञा को ठुकरा देगा, क्योंकि उसको पता है ये बार बार हारने वाला व्यक्ति है।
അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമ്മൾ തിരിച്ചറിയണം, ഈ പരീക്ഷയെ എങ്ങനെയാണ് എനിക്ക് ജയിക്കേണ്ടത്, ഈ പ്രലോഭനങ്ങളെ എനിക്ക് എങ്ങനെ ജയിക്കാം, ഈ പിശാചിനെ ഞാൻ എങ്ങനെ ജയിക്കണമെന്ന് ഇന്നത്തെ രാത്രി ദൈവവചനത്തിന്റെ മുമ്പാകെ ഇരുന്ന് നാം കേട്ട് പ്രാപിച്ചെടുക്കണം. और इसलिए आज परमेश्वर के वचन में से हम सुने और इस बात को आज पाकर यहाँ से उठे कि इस परीक्षाओं से हम कैसे जीत सकते हैं, शैतान पर हम कैसे जय पा सकते हैं, हमारी जिंदगी में आने वाले प्रलोभनों पर हम कैसे जय पा सकते हैं। മനോഹരമായ ഒരു വാക്യം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 1 Corinthians chapter 10 verse 13 എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. एक बहुत ही खूबसूरत वचन है 1 कुरिन्थियों 10:13, उसको हम पढ़कर देखेंगे। കർത്താവിന്റെ ദാസൻ ഒന്ന് വായിച്ചാട്ടെ. നമുക്ക് കഴിയുന്നതിലും മീതെ പരീക്ഷകൾ അതിജീവിക്കും. 1 कुरिन्थियों 10:13, तुम किसी ऐसी परीक्षा में नहीं पड़े जो मनुष्य के सहने से बाहर है, परमेश्वर सच्चा है और वह तुम्हें सामर्थ्य से बाहर परीक्षा में न पड़ने देगा, वरन परीक्षा के साथ निकास भी करेगा कि तुम सह सको। നമുക്ക് എത്രമാത്രം ബലം തരുന്ന ഒരു വാഗ്ദത്തമാണത്, ഒരു പ്രോമിസ് ആണത്. हमें कितनी ज्यादा हिम्मत देने वाला एक वायदा है ये वचन। നമ്മളെ പരീക്ഷിക്കുവാനായി പിശാച് അടുത്തു വന്ന് ദൈവത്തോട് അനുവാദം ചോദിക്കുമ്പോൾ നമുക്ക് കഴിയുന്ന പരീക്ഷകൾ മാത്രമേ ദൈവം അനുവദിക്കത്തുള്ളൂ. കഴിയാത്ത പരീക്ഷ വരുമ്പോൾ പിശാചിനോട് പറയും നോ. हमारी परीक्षा करने के लिए जब हमारे पास में शैतान आता है, परमेश्वर से इजाजत मांगता है, तो परमेश्वर केवल उसी परीक्षा की इजाजत देता है जिसमें से हम गुजर सकते हैं। अगर हमारी क्षमता के बाहर है तो परमेश्वर उसको मना कर देता है। ശ്രദ്ധിച്ചു കേൾക്കണമേ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും പിശാച് പരീക്ഷിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് അനുവാദം ചോദിച്ചു മാത്രമേ പരീക്ഷിക്കുവാൻ കഴിയൂ. ध्यान से सुनिएगा भाइयों और बहनों, मुझे और मेरी और आपकी परीक्षा करने से पहले शैतान को परमेश्वर से जाकर इजाजत लेनी पड़ती है। केवल तभी वो मेरी आपकी परीक्षा कर सकता है। ദൈവവചനത്തിൽ വ്യക്തമായി നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസിനെ പാറ്റുവാൻ തക്കവണ്ണം പിശാച് കർത്താവിനോട് അനുവാദം ചോദിക്കുന്നതായിട്ട്. परमेश्वर के वचन में हम साफ साफ पढ़ते हैं कि शैतान पतरस को गेहूं की तरफ फटकने के लिए प्रभु से इजाजत मांगता है। ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ അടുക്കൽ പിശാച് അനുവാദത്തിനായിട്ട് ചെന്ന് നിൽക്കുന്നത് കാണാം. अय्यूब की पुस्तक में भी हम देख सकते हैं कि अय्यूब की परीक्षा करने के लिए शैतान परमेश्वर की उपस्थिति में जाकर उससे इजाजत मांगता है। അപ്പോൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 1 കൊരിന്ത്യർ 10:13 പറയുന്നു, നമുക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷകൾ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ആ പരീക്ഷയിൽ നമ്മളെ അനുവദിക്കുന്നതോടൊപ്പം പരീക്ഷയിൽ നിന്ന് ജയിക്കുവാനുള്ള വഴികളും കർത്താവ് മുന്നിൽ കാണിച്ചു തരും. तो आप देखिए 1 कुरिन्थियों 10:13 में वचन कहता है, तुम किसी ऐसी परीक्षा में नहीं पड़े जो मनुष्य के सहने से बाहर है, और परमेश्वर सच्चा है, वह तुम्हें सामर्थ्य से बाहर परीक्षा में न पड़ने देगा, वरन परीक्षा के साथ निकास भी करेगा। ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും 9ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഏതെങ്കിലും ടീച്ചർ കൊടുക്കാറുണ്ടോ? मैं एक सवाल पूछना चाहता हूं, जो बच्चा पहली क्लास में पढ़ रहा है, क्या उसके सामने टीचर कभी भी उसकी परीक्षा में 9वीं क्लास का परीक्षा पेपर उसके सामने देगा? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് ലഭിക്കുന്ന ചോദ്യ പേപ്പർ 1ാം ക്ലാസ്സിന്റെ ലെവലിലുള്ള ചോദ്യ പേപ്പറാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന്റെ പേപ്പർ 10ാം ക്ലാസ്സിന്റെ ലെവലിലുള്ള ചോദ്യത്തിന്റെ പേപ്പറാണ്. जो बच्चा पहली क्लास में पढ़ता है उसके सामने प्रश्न पत्र पहली क्लास के हिसाब से आता है। जो 10वीं क्लास में पढ़ता है उसके सामने प्रश्न पत्र 10वीं क्लास के हिसाब से आता है। അതുകൊണ്ട് തന്നെ ദൈവമക്കളെ, ദൈവസഭയ്ക്കകത്ത് തന്നെ ഓരോരുത്തര് അഭിമുഖീകരിക്കുന്ന പരീക്ഷകൾ ഓരോരോ ലെവലിലാണ്. इसीलिए परमेश्वर के जनों, कलीसिया के अंदर भी अलग अलग व्यक्ति अलग अलग स्तर की परीक्षाओं से गुजरते हैं। ഞാനൊരു കാര്യം പറയാൻ പറ്റും, ഒരു 2ാം ക്ലാസ്സിലെ ചോദ്യം പേപ്പർ കൊണ്ട് 1ാം ക്ലാസ്സിലെ കുഞ്ഞിന് കൊടുത്താൽ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. പക്ഷേ 9ാം ക്ലാസ്സിലെ ചോദ്യം പേപ്പർ 2ാം ക്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ പാസ്സാകത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെയും ലെവൽ ഓരോരോ രീതിയിലാണ്. अगर दूसरी क्लास वाले के सामने पहली क्लास वाला प्रश्न पत्र आता, परीक्षा आती है, तो वो बड़ी आसानी से जीत सकता है। पर अगर उसी दूसरी क्लास वाले के सामने 9वीं क्लास का परीक्षा पत्र प्रश्न पत्र आ जाता है तो बहुत मुश्किल हो जाता है। इसीलिए हर एक के लिए स्तर अलग अलग होता है। നമ്മൾ സഭയിലിരുന്ന് ചുറ്റുപാടും നോക്കുമ്പോൾ, സഹോദരങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, ഓരോരുത്തര് അഭിമുഖീകരിക്കുന്ന പരീക്ഷകൾ ഓരോരോ ലെവലിലാണെന്ന് കാണുവാനായിട്ട് നമുക്ക് കഴിയും. हम कलीसिया में जब अपने चारों ओर नजर दौड़ाते हैं, भाइयों की जिंदगी को जब हम देखते हैं, तो हम देख सकते हैं कि हर एक व्यक्ति की जिंदगी में अलग अलग स्तर की परीक्षाएं आती है।
ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നോക്കിയിട്ട് മറ്റുള്ളവർക്കൊന്നും എന്താണ് ഇതില്ലാത്തത്, എനിക്ക് മാത്രം ഇതെന്താണ് വരുന്നതെന്ന് ചിന്തിക്കാറുണ്ടോ? परमेश्वर के दासों और दासियों, आपकी जिंदगी में जो समस्याएं, जो मुसीबतें आती है, क्या उनको देखकर आप ये पूछते हैं कि ये सब मेरी ही जिंदगी में क्यों आता है, किसी और के साथ क्यों नहीं होता? അതാ മുമ്പ് ഞാൻ പറഞ്ഞത്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് പറയുകയാണ്, എന്തിനാണ് എനിക്ക് 8ാം ക്ലാസ്സിലെ പേപ്പർ തരുന്നത്, എനിക്ക് 5ാം ക്ലാസ്സിലെ പേപ്പർ തന്നായിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് എഴുതി തീർത്തേനെയല്ലോ എന്ന്. बिल्कुल यही बात थोड़ी देर पहले मैंने आपको बताई कि 8वीं क्लास वाला बच्चा ये कह रहा है कि मुझे 8वीं क्लास का प्रश्न पत्र क्यों दिया है, अगर 5वीं क्लास का प्रश्न पत्र दिया जाता तो कितनी आसानी से मैं सफल हो जाता। സഹോദരങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വളർത്തുകയാണ്, ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇന്നലെ നിന്നെ ഉപയോഗിച്ചതിനേക്കാൾ അധികം ശക്തിയോടെ, കൃപയോടെ നിന്നെ നാളെ ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുകൊണ്ട് നിന്നെ വളർത്തുകയാണ് പരീക്ഷകളിലൂടെ. परमेश्वर के जनों, परमेश्वर परीक्षाओं के द्वारा आपको बढ़ा रहा है, अगले लेवल की ओर, अगले स्तर की ओर ला रहा है। एक एक परीक्षा के द्वारा वो आपको पदोन्नति दे रहा है। कल तक जैसे उसने आपको इस्तेमाल किया, उससे कहीं बढ़कर वो आपको इस्तेमाल करना चाहता है, इसीलिए वो परीक्षाओं के द्वारा आपको आगे बढ़ा रहा है। നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറില്ലേ, കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ എന്നെ ഉപയോഗിക്കണമേ, അങ്ങയുടെ കരങ്ങളിൽ ശക്തിയുള്ള പാത്രമാക്കി ഉപയോഗിക്കണമേ, അഭിഷേകം തന്നെ ഉപയോഗിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ ഉത്തരങ്ങളാണ് പലപ്പോഴും നാം അഭിമുഖീകരിക്കുന്ന പരീക്ഷകൾ. क्या हम सब अक्सर ये प्रार्थना नहीं करते कि प्रभु मुझे अपने हाथों में इस्तेमाल कर, मुझे अपने हाथों में लेकर बड़ी सामर्थ्य के साथ इस्तेमाल कर, मुझे अभिषेक से भरकर इस्तेमाल कर? जो हम प्रार्थना करते हैं, इन्हीं प्रार्थनाओं के फल स्वरूप अक्सर वो परीक्षाएं हमारी जिंदगी में आती हैं जो आज हम सह रहे हैं। ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? 1ാം ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തി കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം ചെന്ന് 10ാം ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഓരോ വർഷം ഓരോ പരീക്ഷകൾ കഴിഞ്ഞ് പാസ്സായെങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് പോകുവാൻ കഴിയും. ഇറ്റ് ടേക്സ് എ ടൈം, ഇറ്റ് ടേക്സ് ട്രയൽസ് ആസ് വെൽ. क्या आप सोचते हैं कि एक दिन एक बच्चे को पहली क्लास में बैठाया और दूसरे दिन ही उसको ले जाकर 10वीं में बैठा दो? तो नहीं, ये नहीं हो सकता। हर साल उसे अलग अलग परीक्षा पास करनी पड़ेगी, उसके द्वारा वो आगे बढ़ता है। बिल्कुल इसी तरह से हमारी आगे बढ़ने में, हमारी बढ़ोतरी में भी समय लगता है, उसमें परीक्षाएं भी आती हैं। അപ്പോൾ നമ്മൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുകയാണ്, ഈ പരീക്ഷകളെ നമ്മൾ ജയിക്കുന്നുണ്ടോ, പരീക്ഷയിൽ നമ്മൾ തോൽക്കുന്നുണ്ടോ എന്ന്. तो जब इन परीक्षाओं में से हम गुजरते हैं तो स्वर्ग का परमेश्वर इस बात को देखता है कि क्या हम इन परीक्षाओं में जीत रहे हैं या हार रहे हैं। സിമ്പിൾ ടെൻസിലാണ്, സിമ്പിൾ സെൻസസിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, കുഞ്ഞുങ്ങൾ പരീക്ഷയിൽ തോൽക്കുമെന്ന് തോന്നിയാൽ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവർക്കറിയാത്ത ചോദ്യങ്ങൾ കൊണ്ട്, അവർക്കറിയാത്ത ടെക്സ്റ്റ് കൊണ്ട് അവരവരുടെ ടീച്ചറിന്റെ അടുത്ത് പോയിരുന്ന് അത് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് തോൽക്കാതെ വണ്ണം ജയിക്കുവാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ പരീക്ഷയിൽ നാം തോൽക്കുകയാണെങ്കിൽ, തോൽക്കുമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നിരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് ബലം പ്രാപിച്ച് പരീക്ഷയെ ജയിക്കണം. बहुत ही सरल शब्दों में भाइयों मैं आपको बता रहा हूं कि एक बच्चा जिसको पता है कि मैं परीक्षा में पास नहीं हो सकता, तो वो क्या करता है? जो चीजें, जो सवाल उसको समझ में नहीं आती है, उनको लेकर वो अपने टीचर के पास में जाकर पूछता है और उनको समझता है और फिर कोशिश करता है और पास होता है। अगर हमें पता है, हमें लगता है कि हम हार रहे हैं, हम टिक नहीं पा रहे, हम स्थिर नहीं रह पा रहे, तो हमें क्या करना है? हमें प्रार्थना में इन बातों को प्रभु के पास में लेकर जाना है और उससे स्थिर रहने के लिए सामर्थ्य को पाना है। ഇവിടെ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും അറിയാം ജീവിതത്തിന്റെ ഏതൊക്കെ ഏറിയകളിലാണ് നാം തോറ്റുകൊണ്ടിരിക്കുന്നതെന്ന്. यहाँ बैठे हुए जब हम इस वचन को सुन रहे हैं, उसी समय हम में से हर एक इस व्यक्ति को इस बात को जानता है कि किस किस बात में हम अपनी व्यक्तिगत जिंदगी में हार रहे हैं। നമ്മളിൽ എത്ര പേര് നാം ഈ തോൽക്കുന്ന വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ ഇരിക്കാറുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്? हम में से कितने ऐसे लोग हैं जो उन बातों को लेकर प्रभु के सामने जाकर बैठते हैं, प्रार्थना करते हैं जिन बातों में वो हार रहे हैं।
ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മൾ പണ്ട് സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിക്കൊള്ളട്ടെ, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് നോക്കിക്കേ, രണ്ട് തരത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഒരു കൂട്ടത്തിലുള്ള കുട്ടികൾ എന്താണെന്നറിയാമോ? സ്കൂളിൽ അവരെ വിട്ടു കഴിഞ്ഞാൽ സ്കൂളിലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കും, അവിടുത്തെ ഉച്ചഭക്ഷണത്തിന്റെ കാര്യങ്ങളിൽ സഹായിക്കും, സ്കൂളെല്ലാം വൃത്തിയാക്കും, വെളിയിലിറങ്ങി വൃത്തിയാക്കും. പക്ഷെ വേറൊരു കൂട്ടർ കുഞ്ഞുങ്ങളുണ്ട്, അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കും. आप सोच के देखिएगा, चाहे हम जब पढ़ते थे वो समय हो या फिर आज के स्कूल में पढ़ने वाले बच्चों का समय, आज के हिसाब से आप सोच के देखिए, दो तरह के बच्चे होते हैं जो स्कूल में जाने वाले हैं। एक तो ग्रुप है वो उन बच्चों का जो स्कूल में सारा इंतजाम संभालते हैं, साफ सफाई कर लेंगे, दोपहर का जो लंच की तैयारी होगा उसमें वो मदद कर देंगे, स्कूल के कामकाज में मदद करेंगे। लेकिन दूसरा एक बच्चों का झुंड है जो क्लास में बैठकर पढ़ाई करता है। അതെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമേ, ഈ സ്കൂളിൽ വലിയ സഹായിയായി ഓടി നടക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ 10 വർഷം കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിന്റെ ഭാവി എന്താകുമെന്നുള്ളത് आരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? अब सुनिएगा ध्यान से कि ये बच्चे जो स्कूल में हर कामकाज में मदद करते हैं, हर काम में इधर उधर भागदौड़ करते हैं, उनको हर कोई पसंद करता है, पर क्या किसी ने कभी ये सोचा है कि 10 साल बाद इसका भविष्य कैसा होगा? ഇതുപോലെ തന്നെയാണ് അനേക ദൈവദാസന്മാരും സ്വയം തോറ്റുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ ഓടി നടന്ന് സഹായികളായിട്ട് വേല ചെയ്യുകയാണ്, അനേകരെ ബലപ്പെടുത്തുവാൻ, അനേകരെ ശക്തീകരിക്കുവാൻ, അനേകരെ സഹായിക്കുവാൻ. പക്ഷെ സ്വന്തം ജീവിതത്തിൽ, സ്വന്തം കുടുംബത്തിൽ അവർ തോറ്റു പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവരെ എന്തിനു വേണ്ടി വിളിച്ചു എന്നുള്ളതും മറന്നിട്ട് അവർ സ്വയം ഓടി നടന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇംപ്രസീവായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. बहुत से दासों की हालत भी ऐसी ही है, वो खुद की जिंदगी में हारते जा रहे हैं, पर दूसरों के लिए मददगार बनकर भागदौड़ करते रहते हैं, दूसरों को स्थिर कर रहे हैं, दूसरों को हिम्मत बंधा रहे हैं, दूसरों को ढाढ़स दे रहे हैं। वो खुद की बुलाहट को भी भूल कर बस भागते फिर रहे हैं, लेकिन व्यक्तिगत जिंदगी में, अपने पारिवारिक जिंदगी में हारते जा रहे हैं। സഹോദരങ്ങളെ, അങ്ങനെ ഓടി ജീവിത അവസാനം എത്തിക്കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജയിച്ചവരാണോ തോറ്റവരാണോ അവർ? भाइयों, ऐसे लोग भागते भागते जिंदगी के अंत में जब पीछे मुड़कर देखेंगे तो सोचिएगा वो जीते हुए हैं या हारे हुए। അങ്ങനെ ആരും തോൽക്കാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ സഹായിക്കരുതെന്നല്ല, ഈ സ്കൂളിലുള്ള കുഞ്ഞുങ്ങൾ സഹായിക്കരുതെന്നല്ല, പക്ഷേ സ്കൂളിൽ വിട്ടത് അവിടുത്തെ ഉച്ചഭക്ഷണം ഉണ്ടാക്കുവാനും അവിടെ ക്ലീൻ ചെയ്യുവാനും ഒന്നും അല്ല. അത് നീ ചെയ്തോ, പക്ഷെ അതിനു മുമ്പ് നീ ആദ്യം നിന്നെ ഏൽപ്പിച്ച പാഠങ്ങൾ പഠിക്കണം. അതാണ് നിന്റെ ഭാവി. इसी तरह परमेश्वर नहीं चाहता कि हम में से कोई भी इस तरह से हारे। इसका मतलब ये नहीं कि हमें दूसरों की मदद नहीं करनी है। स्कूल में मदद करने वाला बच्चा वो साफ सफाई का काम उसमें मदद कर सकता है, दोपहर का लंच उसमें मदद कर सकता है, पर उसके साथ उससे पहला काम उसका क्या है? उसका उद्देश्य स्कूल जाने का वो पढ़ाई है। तो पहले अपने पढ़ाई कर, उसकी तैयारी कर, बाकी काम भी उसके साथ साथ हो सकते हैं। താങ്ക് യു പാസ്റ്റർ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ട്രാൻസ്ലേഷൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, കർത്താവെ, ഞാൻ ഈ ലോകത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളൊന്നുമല്ല, പക്ഷേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വന്നു നിൽക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനാണ് ഞാൻ ആദ്യം ഉത്തരം തരേണ്ടത്. तो हमें इस बात को पहले समझना है कि प्रभु, मैं इस दुनिया में मेरी जो जिंदगी की भागदौड़ है वो नहीं, सबसे पहले मुझे, जब मैं तेरी उपस्थिति में आकर खड़ा होऊंगा तो मुझे अपनी जिंदगी के बारे में तुझे जवाब देना पड़ेगा। സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ രണ്ടാമത്തെ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ എഴുതിയിരിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ, അടുത്ത വാക്യം എഴുതിയിരിക്കുക, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. तो जो वचन हमने पढ़ा उसकी ओर हम वापस फिर से आते हैं। उसका दूसरा हिस्सा, पहले में लिखा है कि हमें परीक्षा में न ला, दूसरे हिस्से में लिखा है परंतु बुराई से या दुष्ट से बचा। ഈ ദുഷ്ടനാണ് നമ്മുടെ മുമ്പിൽ പ്രലോഭനങ്ങളെ കൊണ്ടുവരുന്നത്. ये दुष्ट ही है जो हमारे सामने परीक्षा या प्रलोभन लाता है। നാം തോറ്റു കിടക്കുന്നത് കാണുവാൻ അവനാണ് ആഗ്രഹിക്കുന്നത്. हमें ये हारा हुआ देखने की इच्छा उसी की है। അവിടെ എഴുതിയിരിക്കുന്നു, ഡെലിവർ us ഫ്രം ഈവിൾ എന്ന് എഴുതിയിരിക്കുന്നതിനകത്ത് ആ ഡെലിവർ, ഞങ്ങളെ വിടുവിക്കണമേ എന്നുള്ളതിന്റെ ഗ്രീക്ക് അതിനെ പാരഫ്രൈസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ഡ്രോ us near to you, draw us to thyself. അതായത് ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കണമേ എന്നാണ് അതിന്റെ റൂട്ട് മീനിങ്ങിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്.
वहां जो बुराई से बचा जो शब्द लिखा है, उसको अगर आप यूनानी भाषा में देखें, मूल शब्द में देखें, तो उसका मतलब ये है कि प्रभु तू हमें अपनी ओर खींच, अपने निकट ला। അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. നമ്മൾ കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: കർത്താവെ, എന്നെ വീഴ്ത്തുവാൻ തക്കവണ്ണം എന്നെ ഈ പിശാച് അവന്റെ അടുക്കിലേക്ക് വലിച്ചിടുകയാണ്, എന്നാൽ അങ്ങയുടെ കരം ഉപയോഗിച്ച് എന്നെ അങ്ങയുടെ അടുക്കിലേക്ക് പിടിച്ചു നിർത്തണമേ എന്നാ അതിന്റെ അർത്ഥം. इसका मतलब ये है कि हे परमेश्वर, शैतान मुझे परीक्षा में डालकर मुझे अपनी ओर खींचने की कोशिश कर रहा है, पर तू अपना हाथ बढ़ा और मुझे अपने नजदीक लेकर आ। സഹോദര സഹോദരി, എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ പ്രാർത്ഥനയായിരിക്കണം ഉള്ളത്: കർത്താവേ, വീഴാതിരിപ്പാൻ തക്കവണ്ണം എന്നെ താങ്ങണമേ, അങ്ങയുടെ കരത്തിൽ എന്നെ മുറുകെ പിടിക്കണമേ. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ ഒന്നുമല്ല, പിന്നെയോ അങ്ങയുടെ സന്നിധിയിൽ എനിക്ക് നിൽക്കുവാനുള്ള കൃപ തരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. भाइयों और बहनों, हर समय हमारी प्रार्थना यही होनी चाहिए कि प्रभु मुझे गिरने से बचा, अपना हाथ बढ़ाकर मुझे थाम कर रख। मैं जो सेवकाई करता हूं प्रभु, वो नहीं, पर आपकी उपस्थिति में व्यक्तिगत रूप से स्थिर रहने का अनुग्रह मुझे दे। ഇവിടെ എഴുതിയിരിക്കും, നമുക്കറിയാം, എക്സോഡസ് 2, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കറിയാൻ പറ്റും, മിസ്രൈമിലെ, ഈജിപ്തിലെ അടിമത്തത്തിൽ കിടന്നുകൊണ്ട് അവിടുത്തെ ജനം, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം, യഹൂദ ജനം നിലവിളിക്കുമ്പോൾ കർത്താവ് അവരുടെ നിലവിളി കേട്ട് ഇറങ്ങി വന്നവരെ വിടുവിക്കുവാൻ തക്കവണ്ണം മോശയെ അയക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. निर्गमन 2 अध्याय में हम देख सकते हैं कि जब इस्राएली लोग मिस्र में गुलामी में बहुत ज्यादा प्रताड़ित किए जाते हैं, पीड़ित किए जाते हैं, वो आहें भर भर कर परमेश्वर के सामने रोते हैं, विलाप करते हैं, तो परमेश्वर उनकी पुकार को सुनता है और उनके छुड़ाने के लिए मूसा को भेजता है। ഈ പീഡിപ്പിക്കപ്പെടുന്നവൻ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ: നിലവിളി. അത് മാത്രമേ ഉള്ളൂ പരിഹാരം. जो प्रताड़ित किया जा रहा है, जो पीड़ित किया जा रहा है, उसके सामने सिर्फ एक ही रास्ता, वो ये है कि वो चिल्लाए, वो पुकारे, वो दुआ करे। സഹോദര സഹോദരി, നമ്മൾ പലവിധ വിഷയങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പാപത്തിന്റെ മുമ്പിൽ, ജഡത്തിന്റെ ബലഹീനതയുടെ മുമ്പിൽ, ലോകമോഹത്തിന്റെ മുമ്പിൽ, ശത്രുവിന്റെ സമ്മർദ്ദങ്ങളുടെ മുമ്പിൽ, ഇവിടെയൊക്കെ നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ: സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കുക. भाई और बहनों, हम भी बहुत मामलों में प्रताड़ित किए जा रहे हैं, परेशान किए जा रहे हैं, पाप के कारण, इस शरीर के मोह के कारण, दुनिया के मोह के कारण, सांसारिक अभिलाषाओं के कारण हम प्रताड़ित किए जा रहे हैं। तो हमारे सामने भी सिर्फ एक ही रास्ता है कि प्रभु की ओर देखें, उसको निहारें और चिल्लाएं, पुकारें। പലപ്പോഴും നമ്മൾ ഈ പീഡനം എന്ന് പറയുന്ന നമ്മുടെ ചുറ്റുപാട് നടത്തുന്ന വേറൊരു ഗവൺമെന്റ് വരുമ്പോൾ അവരുടെ പീഡനമാണ്, ദേശത്ത് വരുന്ന ലോക്കൽ അതോറിറ്റീസ് മാറുമ്പോൾ അവരുടെ പീഡനമാണ്, അവിശ്വാസികളായിട്ടുള്ളവർ നമുക്കെതിരെ ഫനാറ്റിക്സ് ആയിട്ട്, അസറ്റിക്സ് ആയിട്ട് തിരിയുമ്പോൾ ആ പീഡനമാണ് നമ്മൾ പീഡനത്തെ കാണുന്നത്. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിനെതിരെയുള്ള പീഡനങ്ങളെ പീഡനമായിട്ട് കാണുവാൻ തക്കവണ്ണം പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു. बहुत बार हम जब सताव कहते हैं, तो अक्सर हमारी नजर में यही होता है कि जो सरकार बदल गई, उनकी ओर से जो सताव आ रहा है, हमारे आसपास के अधिकारी बदल गए, उनकी ओर से जो सताव आ रहा है, या फिर कुछ कट्टर लोगों की ओर से जो हमारा सताव हो रहा है, हम केवल उसी पर ध्यान देते हैं। पर हमारी आत्मिक जिंदगी में हमारे खिलाफ जो सताव आ रहा है, बहुत बार हम उस पर ध्यान नहीं देते हैं। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം മുന്നോട്ടുള്ള നാളുകൾ എത്രയെന്ന് നമുക്ക് അറിയില്ല. നാളെ അല്ലെങ്കിൽ മറ്റന്നാളിൽ നമ്മൾ അറിയുന്നില്ല. ഒരു ദിവസമോ ഏതോ ഒരു ദിവസം നമ്മൾ ഈ ഭൂമി വിട്ട് പോകേണ്ടതായി വരും. അതിനു മുമ്പ് തോറ്റ ഒരു വ്യക്തിയായിട്ടല്ല പോകേണ്ടത്, ജയിച്ച ഒരു വ്യക്തിയായി നാം പോകേണ്ടിയിരിക്കുന്നു. तो इन दिनों में हमें इसी बात के लिए प्रार्थना करनी है। हमें नहीं पता हमारे सामने कितने दिन है, कल या परसों या फिर कब, कभी ना कभी तो हमें इस दुनिया से जाना पड़ेगा। तो जब हम जाते हैं, उस समय हारे हुए व्यक्ति की तरह नहीं, बल्कि एक विजेता की तरह हम यहाँ से जाने पाए। ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29:13, ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 29:13 പറയുന്നു: യു വിൽ സീക്ക് മീ ആൻഡ് ഫൈൻഡ് മീ വെൻ യു സെർച്ച് ഫോർ മീ വിത്ത് ഓൾ യുവർ ഹാർട്ട്. यिर्मयाह 29:31 ये कहता है कि तुम मुझे ढूंढोगे, जब तुम मुझे अपने पूरे मन से ढूंढोगे तो मुझे पाओगे। അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിലയുള്ള ഒന്നിനെ നമ്മൾ തേടണമെങ്കിൽ, വിലയുള്ള ഒന്നിനെ ഒന്ന് പ്രാപിക്കണമെങ്കിൽ നമ്മൾ അവനെ അന്വേഷിച്ചേ പറ്റൂ. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. और वहां पर इस बात को हम सीखते हैं कि अगर कुछ कीमती चीज हम पाना चाहते हैं, कुछ कीमती चीज हम अपनी जिंदगी में लेना चाहते हैं, तो उसको ढूंढना, खोजना जरूरी है। ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ദിവസം സന്ധ്യയ്ക്ക് നിങ്ങൾ തിരക്ക് പിടിച്ച് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് പോകാൻ നേരം നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപയുടെ ഒരു കോയിൻ താഴെ വീണു പോയെന്നൊന്ന് വിശ്വസിച്ച് കരുതിക്കേ.
मान लीजिए एक दिन शाम के समय आप जल्दबाजी में घर से बाहर कहीं जा रहे हैं, निकलते समय 1 रुपए का सिक्का आपकी जेब से निकल गया, खो गया। അഥവാ ആ 1 രൂപയുടെ നാണയത്തിന് വേണ്ടി നിങ്ങൾ എത്ര സമയം അവിടെ കിടന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും താഴെ? उस 1 रुपए को ढूंढने के लिए आप कितनी देर वहां ढूंढेंगे नीचे? 5 മിനിറ്റ് നോക്കുമോ, 10 മിനിറ്റ് നോക്കുമോ, 15 മിനിറ്റ് നോക്കുമോ? 5 मिनट, 10 मिनट, 15 मिनट, कितनी देर ढूंढेंगे उसे? അഥവാ നിങ്ങൾ 2-3 മിനിറ്റ് നോക്കുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ പറയും, എന്തിനാ ഈ 1 രൂപയ്ക്ക് വേണ്ടി ഇത്രയും സമയം വേസ്റ്റ് ആക്കുന്നേ, പോട്ടെന്ന്, നമുക്ക് പിന്നെ നോക്കാം, നമുക്ക് പോകാൻ പെട്ടെന്ന്. शायद 2 या 3 मिनट आप खोजने की कोशिश करेंगे तो आपके साथ में पति है या पत्नी है या बच्चे हैं, तो वो बोलेंगे ये 1 रुपए के पीछे इतना टाइम क्यों खराब कर रहे हो, बाद में आके देख लेंगे, अभी हम चलते हैं। അഥവാ ആ 1 രൂപയുടെ കോയിൻ വീണ സ്ഥാനത്ത് ഒരു വജ്ര മോതിരമാണ്, ഡയമണ്ട് മോതിരമാണ് നിന്റേത് താഴെ വീണതെങ്കിൽ 1 മില്യൺ രൂപ വിലയുള്ള ഒരു വജ്ര മോതിരമാണ് താഴെ വീണതെങ്കിൽ നിങ്ങളിൽ എത്ര പേര് പറയും, പോട്ട് സാരമില്ലെന്ന്, നമുക്ക് പിന്നെ നോക്കാമെന്ന് പറയുമോ? पर उस 1 रुपए के सिक्के की बजाय अगर कोई हीरे की अंगूठी जो 10 लाख की है वो खो जाए, तो आप में से कितने लोग कहेंगे कि चलो छोड़ो, कोई बात नहीं, बाद में ढूंढ लेंगे। 1 രൂപ അന്വേഷിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ അല്ല, എന്നാൽ വജ്രമോതിരം, ഡയമണ്ട് മോതിരം അന്വേഷിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കും. രാത്രി മുഴുവനും അധ്വാനിക്കും, അത് കിട്ടുന്നത് വരെ അത് നോക്കും. 1 रुपया पूरे दिल से नहीं खोजेंगे, पर हीरे की जो अंगूठी है वो पूरे दिल से खोजेंगे, रात भर, जब तक मिल न जाए तब तक खोजेंगे। അതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. ജെറമ്യ 29:13 അർത്ഥം അതാണ്. और इर्मिया 29:13 उसका यही मतलब है। പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ കണ്ടെത്തും. अगर तुम पूरे दिल से मुझे खोजोगे तो पाओगे। ഇന്ന് കണ്ട് നാളെ ഇട്ടിട്ട് പോകുന്ന സ്വർണ്ണമോതിരത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അന്വേഷിക്കുന്നുവെങ്കിൽ നിത്യമായി നിലനിൽക്കുന്ന ദൈവകൃപയ്ക്ക് വേണ്ടി എത്രയധികമായി നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. जो सोना आज है कल नहीं है, उसको अगर पूरे दिल से हम खोज रहे हैं, तो फिर वो अनंत स्वर्ग, वो अनंत जीवन जहां हम जाने वाले हैं, उसको कितना ज्यादा हमें पूरे दिल से उसकी खोज में रहना चाहिए। സഹോദരങ്ങളെ, ഇപ്പോൾ ഒരുപക്ഷെ നമ്മളിൽ പലർക്കും മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് എനിക്ക് ദൈവകൃപ കിട്ടാത്തതെന്ന്. भाइयों, शायद अभी इस समय हम में से कईयों को ये बात समझ में आ गई होगी कि परमेश्वर का अनुग्रह मेरी जिंदगी में मुझे क्यों नहीं मिल रहा है। കാരണം പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അന്വേഷിക്കുന്നില്ല. മുമ്പേ പറഞ്ഞ പോലെ 1 രൂപയുടേത് പോയതുപോലെ കിട്ടിയാൽ കിട്ടട്ടെ, കിട്ടിയില്ലേ കിട്ടണ്ട എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കുന്നു. क्योंकि हम पूरे दिल से नहीं खोज रहे हैं, जैसे पहले बताया, 1 रुपए की तरह खोज रहे हैं कि मिल गया तो ठीक, नहीं मिला तो भी ठीक। അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവകൃപയ്ക്ക് വേണ്ടി അന്വേഷിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ അഭിഷേകത്തിന് വേണ്ടി അന്വേഷിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ ജയത്തിന് വേണ്ടി അന്വേഷിക്കുക. തീർച്ചയായും കർത്താവ് നമുക്ക് തരും. इसलिए पूरे दिल से परमेश्वर के अनुग्रह की खोज करें, पूरे दिल से अभिषेक को पाने की खोज में रहें, पूरे दिल से जीतने की खोज में रहें, परमेश्वर हमें जरूर देगा। സഹോദരങ്ങളെ, ഈ ദുഷ്ടങ്കിൽ നിന്ന് നമ്മളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് വളരെ വലിയൊരു അർത്ഥമുണ്ട്. भाइयों, जब यहाँ पे ये दुष्ट से हमें बचा, ये प्रार्थना की जा रही है, तो उसका एक बहुत बड़ा अर्थ है। നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ശത്രു നമ്മുടെ പുറത്ത് നിൽക്കുകയാണെന്ന്. हम हमेशा ये सोचते हैं कि हमारा जो दुश्मन है वो बाहर खड़ा है। നമ്മൾ എല്ലായിടത്തും നോക്കി നടക്കുകയാണ്, സാത്താൻ എവിടെയാ നിൽക്കുന്നത്, പിശാച് എവിടെയാ നിൽക്കുന്നത്, എന്റെ എതിരാളി എവിടെയാ നിൽക്കുന്നതെന്ന്. हम हर जगह ये खोजते हुए घूमते हैं कि शैतान कहाँ खड़ा है, मेरा दुश्मन, वो दुष्ट कहाँ खड़ा है। പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഈ പിശാചിന്റെ ഒരു ഏജന്റിനെ അവൻ നമ്മുടെ ഉള്ളിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. पर क्या आप एक बात जानते हैं कि शैतान ने अपने एक एजेंट को, अपने एक बंदे को हमारे अंदर रख रखा है। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പുറത്തു നിൽക്കുന്ന ശത്രുവിനെയാണോ അധികം പേടിക്കേണ്ടത്, അകത്തുള്ള ശത്രുവിനെയാണോ അധികം പേടിക്കേണ്ടത്? आप बताइए, बाहर जो दुश्मन है उससे ज्यादा डरना चाहिए या जो दुश्मन अंदर है उससे ज्यादा डरना चाहिए? ഈ അകത്ത് വെച്ചിരിക്കുന്ന ദുഷ്ടൻ ആരാണെന്ന് അറിയാമോ? അവന്റെ പേരാണ് ഫ്ലഷ് അല്ലെങ്കിൽ ജഡം. क्या आपको पता है हमारे अंदर जो जो दुश्मन रखा गया है वो कौन है? वो है हमारा शरीर। ഈ ശരീരം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ പുറത്ത് കാണുന്ന കൈയും കാലും മൂക്കും ഒന്നും അല്ല. ശരീരം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ഭാഷയിൽ, ബിബ്ലിക്കൽ ലാംഗ്വേജിൽ ഫ്ലഷ് എന്ന് പറയുന്നത് ദ നേച്ചർ.
शरीर जब हम कहते हैं तो ये जो बाहर जो दिख रहा है, हमारे हाथ पैर, हमारा मुंह, ये सब नहीं है। बाइबल के हिसाब से हमारी जो प्रकृति है या फिर हमारा जो स्वभाव है शारीरिक, उसको बाइबल शरीर कहती है। അപ്പോൾ ഈ ജഡത്തിന്റെ ആഗ്രഹം എപ്പോഴും പാപം ചെയ്യണമെന്നാണ്, ഈ ലോകത്തിൽ വലിയവനാകണമെന്നാണ്, ഈ ലോകത്തിലെ കാര്യങ്ങൾ നേടണമെന്നുള്ളതാണ്. तो इस शरीर की इच्छा हमेशा ये होती है कि वो शरीर की लालसाओं को पूरा करे, इस दुनिया की चीजों को पाए, इस दुनिया की अभिलाषाओं को पूरा करे। നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, നമ്മൾ ഈ സ്നാനപ്പെടുന്നതിന് മുമ്പ് അകത്തെ മനുഷ്യൻ മരിക്കണമെന്ന് പറയത്തില്ലേ? ഒരു മനുഷ്യൻ മരിക്കണമെന്ന് പറയത്തില്ലേ? ഒന്നാമത്തെ മനുഷ്യൻ, ആ മനുഷ്യൻ ഏതാണെന്നറിയാമോ? അതാണ് ഈ ഇച്ഛ, ഈ ഫ്ലഷ്. क्या आपने कभी सुना है बपतिस्मा से पहले ये कहा जाता है कि हमारे जो अंदर एक जो पुराना मनुष्य है उसको मरना जरूरी है? वही है ये शरीर जो मरना അപ്പൊ है। ഈ പുരാണം അല്ലെങ്കിൽ ഈ പഴയ മനുഷ്യൻ മരിച്ചില്ല എങ്കിൽ, ഈ നേച്ചർ, ഈ ഫ്ലഷ് മരിച്ചില്ല എന്നുണ്ടെങ്കിൽ, അവൻ എപ്പോഴും ഈ അകത്ത് നിന്നുകൊണ്ട് പുറത്തുള്ള പിശാചിന് എപ്പോഴും അവൻ കൈ കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ എന്താ ന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കും, ഈ തകർക്കുവാനുള്ള വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. वो पुराना मनुष्य है, वो हमारा स्वभाव, वो हमारी प्रकृति अगर नहीं मरती है तो ये क्या होगा? ये जो शरीर जो अंदर जिंदा है, पुराना मनुष्य जो जिंदा है, वो हमेशा बाहर के शैतान के साथ हाथ मिलाता रहेगा, हमें बर्बाद करने के लिए, हमें नाश करने के लिए हमेशा उसको जानकारी देता रहेगा, रास्ते बताता रहेगा। നമുക്കറിയാം, വലിയ ബാങ്കുകളൊക്കെ കൊള്ളയടിക്കുന്നതിന് മുമ്പ്, വലിയ രാജ്യങ്ങളൊക്കെ ആക്രമിക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ശത്രുക്കൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അതിനകത്തുള്ള ഒരാളിനെ അവരുടേതാക്കി മാറ്റും. हम जानते हैं कि बैंक को लूटने से पहले या फिर किसी देश पर हमला करने से पहले दुश्मन क्या करते हैं? पहले अपने किसी व्यक्ति को उस जगह पे अंदर लाते हैं, अंदर रखते हैं। അവരാണ് ഈ ഗേറ്റ് തുറന്നു കൊടുക്കുന്നത്, അതിനകത്തുള്ള രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, കീ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഏത് വഴിയിലൂടെ അകത്ത് കയറണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെയും അകത്തുള്ളവനാണ് പുറത്ത് പറഞ്ഞു കൊടുക്കുന്നത്. और ये जो अंदर का व्यक्ति है वही दरवाजा खोलता है, वही बताता है चाबी कहाँ है, वही बताता है किस रास्ते से अंदर आना है, और वही ये बताता है कि कहाँ से वापस बच के निकलना है। അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലെ ഈ പഴയ മനുഷ്യനെ നാം തിരിച്ചറിയണം. ഇവനാണ് പിശാചിന്റെ മുമ്പിൽ നമ്മളെ തോൽപ്പിക്കുവാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. इसलिए भाइयों, हमें अपने अंदर के इस पुराने मनुष्य को पहचानना है, क्योंकि यही हमेशा शैतान के सामने हमें हारने के लिए मजबूर करता है। അതുകൊണ്ട് തന്നെ ഈ പഴയ മനുഷ്യൻ നമ്മളോട് ചിലത് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അവനത് കൊടുക്കരുത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, സ്റ്റാർവ് ഹിം ടു ഡെത്ത്. അത് മാത്രമാണ് അവനെ കൊല്ലുവാനുള്ള ഏക വഴി. और इसीलिए जब ये पुराना मनुष्य हमसे कुछ मांगता है तो हमें उसे नहीं देना है। क्यों? क्योंकि हमें उसे भूखा मारना है। उस पुराने मनुष्य को मारने का सिर्फ यही एक रास्ता है। അവൻ പലതും കാണണമെന്ന് പറയുമ്പോൾ നീ കാണിക്കരുത്. അവന് പലതും പറയണമെന്ന് പറയുമ്പോൾ അവനെ കൊണ്ട് പറയിപ്പിക്കരുത്. അവന് ചിലത് കേൾക്കണമെന്ന് പറയുമ്പോൾ അവനെ കൊണ്ട് കേൾപ്പിക്കരുത്. അവന്റെ ആഗ്രഹങ്ങളൊന്നും ചെയ്തു കൊടുക്കാതിരിക്കുമ്പോൾ ഒരു ദിവസം അവൻ തന്നെത്താനെ അടങ്ങിപ്പോകും. ये पुराना मनुष्य जब कहता है कि मुझे ये देखना है तो उसे वो देखने ना दे। जब वो ये कहता है मुझे ये बोलना है तो उसे वो बोलने ना दे। जब वो ये कहता है कि मुझे ये चीज सुननी है तो उसे वो सुनने ना दे। इस तरह से उसको भूखा रखें। जब वो आप उस तरह से भूखा रखते रहेंगे तो एक दिन वो अपने आप टिक जाएगा। ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് സംഭവിക്കുന്നത്. പഴയ മനുഷ്യനെ കൊന്നിട്ടാണ്, ആ പഴയ മനുഷ്യനെ കൊന്നിട്ടാണ് നമ്മൾ സ്നാനപ്പെടുന്ന സമയം അവനെ കുഴിച്ചിട്ടിട്ട് നമ്മൾ പുതിയ മനുഷ്യനെ ധരിച്ച് എഴുന്നേറ്റ് വരുന്ന പ്രക്രിയയെ കുറിച്ച് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പഠിക്കുന്നത്. परमेश्वर के पवित्र आत्मा के द्वारा यही होता है। रोमियो 6 अध्याय में हम जो पढ़ते हैं कि जब हम बपतिस्मा लेते हैं तो इस पुराने मनुष्य को परमेश्वर की आत्मा के द्वारा हम मार कर एक नए मनुष्यत्व को पाते हैं। ഇതെല്ലാവരിലുമുണ്ട്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഇത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. ये पुराना मनुष्य सबके अंदर होता है, प्रेरितों के अंदर भी था। इसीलिए प्रेरित पौलुस रोमियो 7वें अध्याय में कहता है कि भलाई करने की मेरी इच्छा तो है, पर मुझसे भले काम बन नहीं पड़ते। जो बुराई मैं नहीं चाहता वही करता हूँ। റോമാലേഖനം 7-ന്റെ 24 അപ്പോസ്തലനായ പൗലോസ് നിലവിളിക്കുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ എന്റെ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും?
रोमियो 7:24 पे प्रेरित पौलुस ये पुकारता है कि देखो मैं अभागा मनुष्य हूं, मुझ पर हाय, मुझे इस मरणहार शरीर से कौन छुड़ाएगा। ഈ നിലവിളി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. സഹോദര സഹോദരി, എന്റെയും നിന്റെയും ജീവിതത്തിന്റെ കുറവുകൾ ഓർത്തുകൊണ്ട് ഈ അപ്പോസ്തലൻ നിലവിളിച്ചതുപോലെ ദൈവത്തിന് നിലവിളിക്കുവാൻ കഴിയണം. കർത്താവേ, ഈ അരിഷ്ട മനുഷ്യനെ ഈ ശരീരത്തിന്റെ ബലഹീനതകളിൽ നിന്ന് വിടുവിക്കണമേ കർത്താവേ എന്ന് നിലവിളിക്കണം. ये पुकार भाई और बहनों हम में से हर एक के अंदर से उठनी चाहिए। हमें प्रभु के सामने ये दुआ करनी है कि प्रभु मुझ अभागे मनुष्य को बचा, इस शरीर की कमजोरी से मुझे बचा, मुझे इस पाप से बचा, मुझे स्थिर रख। അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാമോ? അങ്ങനെ നമ്മൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ മുന്നോട്ട് കൊണ്ടുപോകുന്ന നാളുകളിൽ വിവിധ അനുഭവങ്ങളിലൂടെ വിവിധ വഴികളിലൂടെ നമ്മളെ കടത്തിവിട്ടുകൊണ്ട് ഈ പഴയ മനുഷ്യന്റെ ശക്തി നമ്മളിൽ ക്ഷയിപ്പിക്കും. അതിനെയാണ് നമ്മൾ പരീക്ഷകൾ എന്ന് പറയുന്നത്. जब इस तरह से हम प्रार्थना करते रहते हैं तो परमेश्वर का आत्मा अपनी सामर्थ्य में हमें आगे चलाता है और वो इन परीक्षाओं पर जो पुराने मनुष्य के कारण हमारी जिंदगी में आती हैं उन पर जीतने में वो हमारी मदद करता है। വളരെ ആഴമേറിയ വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നു, പഠിക്കുവാൻ കഴിയുന്നു എന്ന് എനിക്ക് അറിയുന്നില്ല. बहुत ही गहरा विषय हम सीख रहे हैं। मुझे नहीं पता आप में से कितने लोग समझ पा रहे हैं या इस बात को ग्रहण कर पा रहे हैं। കർത്താവിന്റെ ദാസന് അല്പം വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുമോ? അതെ, അപ്പോസ്തലനായ പൗലോസ് അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുന്നത് എവിടെയാണെന്നറിയാമോ? 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. God causes all things to work together for good. प्रेरित पौलुस की उस प्रार्थना का उत्तर कहाँ मिलता है? प्रेरितों के रोमियो 8:28 में जब हम आते हैं वहां हम देखते हैं कि जो परमेश्वर से प्रेम करते हैं उनके लिए सब बातें मिलकर भलाई को उत्पन्न करती हैं। അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം ദൈവവചനത്തെ നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. उसको समझाने के बाद मैं आज के लिए वचन को रोकना चाहता हूँ। സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് ആ വചനം എഴുതിയിരിക്കുന്നത്. वो वचन ये कहता है कि जो परमेश्वर से प्रेम करते हैं और जो परमेश्वर की इच्छा से बुलाए गए हैं उनके लिए सारी बातें मिलकर भलाई को उत्पन्न करती हैं। അതിനു മുമ്പേ അതിന് തലേ ചാപ്റ്ററിൽ എഴുതിയിരിക്കുകയാണ്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും, ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് അപ്പോസ്തലൻ നിലവിളിക്കുന്നു. അതിന്റെ ഉത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത് 8:28. इससे पिछले अध्याय में प्रेरित पौलुस पुकारता है, रो रो कर वो चिल्लाता है कि मैं अभागा मनुष्य हूं, इस मरणहार देह से मुझे कौन छुड़ाएगा। उसका उत्तर रोमियो 8:28 में हम देख सकते हैं। അപ്പോൾ സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണമേ, ആത്മാർത്ഥതയോടെ ദൈവഭയത്തോടെ എന്റെ ദൈവത്തെ, എന്റെ കർത്താവിനെ മാത്രം പ്രസാദിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നീ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവിന് ഉത്തരം തരുന്നത് എന്തെന്നറിയാമോ? ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമ്മളിൽ അനുവദിക്കും, ചില വഴികൾ നമ്മളെ അനുവദിച്ച് അതിലൂടെ നമ്മളെ കടത്തി വിടുമ്പോൾ നാം ദൈവകൃപ അനുഭവിക്കുക മാത്രമല്ല, നാം നമ്മെ തന്നെ ഡിസിപ്ലിൻ ചെയ്യും. ദൈവത്തിന്റെ വഴികളിൽ നമ്മെ തന്നെ കാക്കും. ഉപവസിക്കുവാൻ നമ്മൾ പഠിക്കും, പ്രാർത്ഥിക്കുവാൻ നമ്മൾ പഠിക്കും, ദൈവജനത്തോടുള്ള കൂട്ടായ്മ അനുഭവിക്കുവാൻ പഠിക്കും. അങ്ങനെ അനുദിനം 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 നാം പണിയപ്പെടും. जब इस तरह से हम परमेश्वर से पूरे दिल से दुआ करते हैं तो परमेश्वर क्या करता है, वो कुछ परिस्थितियों में से हमें गुजारता है, कुछ चीजें वो हमारी जिंदगी में आने देता है। उस समय क्या होता है, हम प्रार्थना करना सीखते हैं, हम उपवास करना सीखते हैं, हम परमेश्वर के लोगों के साथ में संगति करना सीखते हैं। इन बातों में जब हम बढ़ते हैं तो धीरे धीरे परमेश्वर हमारी आत्मिक जिंदगी को बनाता जाता है, हमें उन्नति की ओर ले जाता है। നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അതുപോലെ 119-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, താഴേക്ക് വായിച്ചു വന്ന് 66 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഉപകാരമായി. 119वां भजन संहिता उसके 65 से आगे जब हम पढ़ते हैं वहां पे हम पढ़ सकते हैं कि तेरी विधियों का सीखना वो मेरे लिए एक भलाई का कारण बन गया, क्योंकि मैं परेशानियों में से गुजरा पर तेरे वचन को मैंने सीखा। അവിടെ ഒരു വാക്യത്തിൽ വേറൊരു വാക്യം അതിന് നേരെ മുകളിൽ എഴുതിയിരിക്കുന്നു, ഇതാ കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയിരുന്നു, ഇപ്പോഴോ നിന്റെ വചനങ്ങളെ ഞാൻ പ്രമാണിക്കുന്നു. और उससे पहले ये लिखा है कि कष्ट में आने से पहले मैं भटक गया था पर अब मैं तेरे वचनों पर चलता हूँ।
അപ്പോൾ നമ്മൾ കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ 66 മുതൽ താഴോട്ട് 71, 72 വാക്യങ്ങൾ വരെയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണമാണ് പലപ്പോഴും കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ കർത്താവ് നമ്മളെ അനുവദിക്കുന്നത്. 119 का 66वें वचन से 71-72 तक के वचनों के बारे में मैंने बताया कि जब हम कष्टों में से गुजरते हैं, पीड़ाओं में से गुजरते हैं, तो अक्सर उसके द्वारा परमेश्वर हमें उसके वचनों पर चलना सिखाता है, उसके वचनों को मानना सिखाता है। ഈ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ദൈവസന്നിധിയിലേക്ക് ഒത്തിരി അടുക്കും. നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും. മറ്റു കൂട്ടു സഹോദരന്മാരോട് പറയും നമുക്ക് ഒന്നിച്ചിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ പരസ്പരം കരം കോർത്തു പിടിച്ച് ഒരു പുതിയ ക്രിസ്തീയ ജീവിതത്തിന്റെ തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും. जब परेशानियां हमारी जिंदगी में आती हैं तो हम परमेश्वर की ओर नजदीक आते हैं, हम और ज्यादा प्रार्थना करते हैं। दूसरे भाई लोग जब कहते हैं कि हम प्रार्थना करें तो हम उनके साथ में बैठकर प्रार्थना करते हैं। इस तरह से आत्मिक जिंदगी में एक अलग स्तर की ओर हम आते हैं। അതുവരെ ഇല്ലാതിരിക്കുന്ന ചില പുതിയ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കും. പുതിയ വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരുവാൻ കർത്താവിനോട് പറയും. ഇതൊക്കെ സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കർത്താവ് ചില വഴികളിലൂടെ നമ്മളെ നടത്തുമ്പോൾ उस समय तक जो अपनी जिंदगी में हमने निर्णय नहीं लिए थे, ऐसे कुछ नए निर्णय हम लेते हैं, कुछ नए रास्ते प्रभु हमारे लिए खोलता है। ये सब क्यों होता है, कब होता है? जब हम प्रभु की उपस्थिति में इस निर्णय के साथ में उसके वचन का पालन करते हुए आगे बढ़ते हैं। റോമാലേഖനം 8:28 നമ്മൾ കേട്ടതുപോലെ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. रोमियो 8:28 में जैसे हमने पढ़ा, सारी बातें मिलकर भलाई को उत्पन्न करती हैं। ഉൽപ്പത്തി പുസ്തകം 39 മുതൽ 41 വരെയുള്ള അധ്യായങ്ങൾ, ജനസിസ് ചാപ്റ്റർ 39-41, ഈ അധ്യായങ്ങൾ ഒരു വലിയ സംഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. उत्पत्ति 39वां अध्याय से 41वें अध्याय के बीच में हम बहुत कुछ एक बहुत बड़ी बात को देख सकते हैं। നമ്മൾ ജോസഫിന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. आपने यूसुफ की कहानी सुनी होगी। ജോസഫ് ദൈവത്തെ ഭയപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു, ദൈവത്തെ സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. यूसुफ परमेश्वर का भय मानने वाला एक जवान था, परमेश्वर से प्रेम करने वाला एक जवान था। അവൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. उसने किसी की कभी कोई बुराई नहीं की थी, അവൻ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. सिर्फ भलाई की थी। വീട്ടിൽ നിന്ന് ദൂരെ പോയിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് അവരുടെ വിവരങ്ങൾ അറിയുവാൻ തക്കവണ്ണം ഇളയ സഹോദരനായ ജോസഫ് ഒരു ദിവസം പുറപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് അവിടെ. और हम देखते हैं कि उसके बड़े भाई जब घर से दूर गए हुए थे तो छोटा भाई यूसुफ अपने भाइयों का हालचाल पूछने के लिए, उनको रोटी पहुंचाने के लिए उनके पास जाता है। നമുക്കറിയാം എന്താ അവിടെ സംഭവിച്ചതെന്ന്. അസൂയ മൂത്ത 10 സഹോദരങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ട് അവനെ പൊട്ടക്കിണറ്റിലേക്ക് എറിയുന്നത് നമ്മൾ കണ്ടു. और हम जानते हैं कि वहां पे क्या होता है। ईर्ष्या के मारे, डाह के मारे बड़े भाई इसको उठाकर अंधे कुएं में फेंक देते हैं। നിന്നിൽ നന്മ കാണുമ്പോൾ നിന്റെ ചുറ്റുപാടുമുള്ളവർക്ക് അസൂയ ഉണ്ടായി അവർ നിന്നെ കുഴിയിൽ വീഴ്ത്തുവാനായിട്ട് ശ്രമിക്കും. आपकी भलाई को देखकर, आपकी आशीषों को देखकर आपके आसपास के लोग ईर्ष्या के मारे, डाह के मारे आपको गड्ढे में गिराने की कोशिश करेंगे। നിന്റെ മേലുള്ള അഭിഷേകം കണ്ടിട്ട്, നിന്റെ ശുശ്രൂഷയിലെ വർധന കണ്ടിട്ട് കൂടി നിൽക്കുന്ന ദാസന്മാർക്ക് പോലും ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഒരു പക്ഷേ അവർ നിനക്കെതിരെ തിരിഞ്ഞെന്ന് വന്നേക്കാം. आपके अभिषेक को देखकर, आपकी सेवकाई में बढ़ोतरी को देखकर हो सकता है कि आपके आसपास रहने वाले, आपके साथ रहने वाले दासों को भी ये चीज पचे नहीं और वो भी आपके खिलाफ हो सकते हैं। പക്ഷെ ജോസഫ് പൊട്ടക്കിണറ്റിൽ എന്നും കിടക്കേണ്ടി വന്നില്ല. പൊട്ടക്കിണർ എന്ന് പറയുന്ന ദൈവം വളർത്തുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ്. पर यूसुफ को हमेशा अंधे कुएं में रहना नहीं पड़ा। अंधा कुआं सिर्फ परमेश्वर की बढ़ोतरी का एक हिस्सा मात्र था। അത് മാത്രമല്ല, പൊട്ടക്കിണറ്റിൽ നിന്ന് അവനെ പുറത്തെടുത്തിട്ട് ഈജിപ്തിലുള്ള കച്ചവടക്കാർക്കും മിസ്രൈമ്യർക്കും വിൽക്കുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. सिर्फ इतना ही नहीं, वहां पे हम देखते हैं कि उसको अंधे कुएं से निकालकर फिर मिद्यानी व्यापारियों के हाथों में उसको बेच दिया जाता है, मिस्र में उसको बेच दिया जाता है। അവനെ മിസ്രൈമിൽ ചെന്നിലേക്ക് പോത്തിഫറിന്റെ ഭവനത്തിൽ അടിമയായി ജീവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. और फिर हम देखते हैं कि मिस्र में जाकर पोतीफर के घर में गुलाम की तरह वो रहता है। കുബേരപുത്രനായിരുന്ന യാക്കോബിന്റെ ഏറ്റവും പ്രിയ പുത്രനായിരുന്ന ജോസഫ് പിതാവ് ഒരു അടിമയായിട്ട് അന്യദേശത്ത് ജീവിക്കുന്നു. एक धनवान पिता का बेटा, याकूब का सबसे प्रिय बेटा, अब एक परदेश में गुलाम बनकर जी रहा है। ഒരു പക്ഷേ അവന് ചോദിക്കാൻ കഴിയുമായിരുന്നു, ദൈവത്തെ ഞാൻ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, ദൈവത്തെ ഞാൻ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, പിന്നെ എന്റെ ജീവിതത്തിൽ അടിക്കടി വരുന്ന വീഴ്ചകൾ എവിടെ നിന്നാണ്? वो पूछ सकता था कि मैंने तो सिर्फ परमेश्वर से प्रेम ही किया है, मैंने तो सिर्फ परमेश्वर की आज्ञा ही मानी है, तो फिर एक के पीछे एक मेरी जिंदगी में ये समस्याएं, ये मुसीबतें क्यों आ रही हैं?
നമുക്കറിയാം പോത്തീഫറിന്റെ ഭാര്യയ്ക്ക് അവനിലേക്ക് ഭ്രമമുണ്ടായിട്ട് അവനെ കൊണ്ട് പാപം ചെയ്യിക്കുവാനായിട്ട് ശ്രമിച്ചു. അവിടെയും ആ വചനമൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കണം. അവിടെയും അവൻ പാപം ചെയ്യാതിരുന്നതിന്റെ ഏക കാരണം അവൻ ദൈവത്തെ ഭയപ്പെട്ടു എന്നുള്ളതാണ്. ദൈവത്തെ ഭയപ്പെട്ടത് കാരണം പാപം ചെയ്യാതിരുന്നത് കൊണ്ട് എന്താ സംഭവിച്ചത്? ആവശ്യമില്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കി പോത്തീഫറിന്റെ ഭാര്യ അവനെ ജയിലിലേക്ക് അയക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. और हम जानते हैं कि आगे पोतीफर की पत्नी उस पर नजर लगाती है, वो उससे पाप करवाना चाहती है, लेकिन वहां पर भी ध्यान दीजिएगा कि वहां पे वो सिर्फ इसलिए पाप नहीं करता है क्योंकि वो परमेश्वर का भय मानने वाला था, और जब वो पाप नहीं करता है तो झूठे इल्जाम लगाकर पोतीफर की पत्नी उसको बंदी गृह में डलवा देती है। അത് ഈ കാരാഗൃഹത്തിലേക്ക് ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് അയക്കപ്പെട്ടത് എന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചു പോയേക്കാം. बहुत बार हम ये सवाल कर सकते हैं कि परमेश्वर का एक भक्त वो बंदी गृह में कैसे डाला गया। ഇന്ന് ജീവിക്കാതിരുന്ന ഒരു മനുഷ്യൻ അന്ന് യോസഫിനെ കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി യോസഫിന്റെ ഈ അനുഭവങ്ങൾ നോക്കിക്കൊണ്ട് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറയും, നോക്ക് ദൈവത്തെ വിളിച്ച് ജീവിച്ചവന്റെ അവസ്ഥ ഇപ്പൊ കണ്ടില്ലേ. उस समय में जीने वाला एक व्यक्ति, यूसुफ की जिंदगी को उस समय देखने वाला एक व्यक्ति, वो इस तरह से अपने माथे पर हाथ रख के बोलेगा कि देखो परमेश्वर को पुकारते हुए जो जी रहा था, परमेश्वर के पीछे पीछे जो चल रहा था, उसकी हालत तो देखो। അവ നോക്കിക്കേ, ഈ ജയിലിൽ വെച്ചാണ് പാനപാത്രവാഹകൻ ഫറവോന്റെ പാനപാത്രവാഹകനെയും അപ്പക്ക പ്രമാണിയെയും പരിചയപ്പെടുവാൻ തക്കവണ്ണം യോസഫിന് കഴിഞ്ഞത്. पर उसी जेल में यूसुफ पिलाने हारों के प्रधान से और पकाने हारों के प्रधान से मिलता है। അവൻ ജയിലിൽ എത്തിയില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും പാനപാത്രവാഹകനെ പരിചയപ്പെടുകയില്ലായിരുന്നു. अगर वो जेल में नहीं आता तो पकाने हारों के प्रधान से वो कभी नहीं, पिलाने हारों के प्रधान से वो कभी नहीं मिलता। നമുക്കറിയാം അവിടെ വെച്ച് ദർശനത്തിന്റെ വ്യാഖ്യാനം ഉണ്ടാകുന്നതും പിന്നീട് പിൽക്കാലത്ത്, ഞാനത് ചുരുക്കമായിട്ട് പറയുകയാണ്, പിൽക്കാലത്ത് എന്താ സംഭവിച്ചതെന്നറിയാമോ? ഹല്ലേലൂയ, മിസ്രൈമിന്റെ ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായി ഫറവോ കഴിഞ്ഞ് രണ്ടാമനായി ജോസഫ് ഉയർത്തപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. और मैं संक्षेप में बताना चाहता हूं कि उसके बाद में जो हुआ वो हम जानते हैं कि वहां पे वो दोनों स्वप्न देखते हैं, वो उसका अर्थ बताता है, और उसके बाद में आगे चलकर यूसुफ फिरौन के बाद में मिस्र का दूसरा व्यक्ति या फिर प्रधानमंत्री के रूप में ऊंचा उठाया जाता है। സാധാരണക്കാരനായി ടെന്റിൽ കഴിഞ്ഞിരുന്ന ജോസഫിന് ഫറവോന്റെ പ്രധാനമന്ത്രിയായി, ഈജിപ്തിന്റെ തലവനായി, ലോകത്തെ മുഴുവനും ക്ഷാമത്തിൽ നിന്ന് രക്ഷിപ്പാൻ തക്കവണ്ണം ഒരു രക്ഷിതാവായി മാറണമെന്നുണ്ടെങ്കിൽ അതിന്റെ മധ്യത്തിൽ പൊട്ടക്കിണർ ഉണ്ടായേക്കാം, പോത്തിഫറിന്റെ ഭവനം ഉണ്ടായേക്കാം, അവിടെ കബളിപ്പിക്കപ്പെട്ടെന്നിരിക്കാം, ദുഷ്പ്രേരണ പേരുകൾ ഉണ്ടായെന്നിരിക്കാം, ജയിലിന്റെ അനുഭവം ഉണ്ടായെന്നിരിക്കാം, പീഡനത്തിന്റെ അനുഭവം ഉണ്ടായിരിക്കാം. ഇതൊക്കെയും ദൈവം വളർത്തിയതിന് ചില മുഖാന്തരങ്ങൾ ഒരുക്കി ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് ഉള്ള ചില അനുഭവങ്ങൾ മാത്രമായിരുന്നു. तंबू में रहने वाले यूसुफ को अगर मिस्र का प्रधानमंत्री बनना है, फिरौन के बाद में दूसरे नंबर का अधिकारी अगर बनना है, सारी दुनिया के लोगों को अन्न खिलाने वाला एक अधिकारी अगर बनना है, तो उसके बीच में हो सकता है अंधा कुआं आए, हो सकता है छल का शिकार बनना पड़े, हो सकता है पोतीफर का घर उसके बीच में आए, हो सकता है वहां पर बिना किसी गलती के इल्जाम लगाए जाए, जेल में जाना पड़े, लेकिन ये सब वहां तक पहुंचाने का एक जरिया मात्र है। ഞാൻ അടുത്ത ഒരു മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. अगले 1 मिनट में अपने वचन को रोकना चाहता हूँ। ഈ സംഭവിച്ച ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ അകത്ത് ജോസഫ് മറുതലിച്ച് മാറി നിന്നിരുന്നെങ്കിൽ അവൻ പ്രധാനമന്ത്രിയായി തീരുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? क्या आप में से किसी को भी लगता है कि अगर इनमें से किसी एक भी घटना में अगर यूसुफ बलवा करता और वो परमेश्वर की आज्ञा मानने से इनकार करता, तो क्या वो कभी प्रधानमंत्री बन पाता? സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അനുഭവങ്ങളെ കണ്ട് തകർന്നു പോകാതെ മുന്നിലേക്ക് നോക്കി വിശ്വാസ കണ്ണാൽ ദൈവം നമ്മെ എത്തിക്കുവാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ആ ഉയർന്ന ദൈവവിളിയെ ഓർത്ത് ധ്യാനിച്ച് കർത്താവിന് മഹത്വം കൊടുക്കണം. भाइयों, जब भी हमारी जिंदगी में कोई घटना होती है तो हम उसमें टूट न जाएं, हम निराश न हो जाएं, बल्कि परमेश्वर ने जो बड़ी बुलाहट हमारी जिंदगी में दी है, जिस ऊंचाई की ओर परमेश्वर ने बढ़ने के लिए, जिस बढ़ोतरी की ओर जाने के लिए परमेश्वर ने मुझे और आपको बुलाया है, उसकी ओर विश्वास से देखते हुए हम आगे बढ़ते रहें। പരീക്ഷയിൽ അകപ്പെടാത്ത ദുഷ്ടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണം എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടന് പലപ്പോഴും ദൈവം പലതും നമ്മളെ അനുവദിച്ചു കൊടുക്കുന്നതിന്റെ കാരണം ദൈവത്തിന് അതിലൂടെ വലിയൊരു പദ്ധതി ചെയ്തെടുക്കാനായിട്ടുണ്ട്. जब हम ये प्रार्थना करते हैं कि हमें परीक्षा में नहीं ला परंतु बुराई से या दुष्ट से बचा, और उस समय परमेश्वर बहुत बार दुष्ट के हाथों में हमें इसलिए पड़ने देता है क्योंकि परमेश्वर हमें बहुत कुछ सिखाना चाहता है,
आगे ले जाना चाहता है। കർത്താവിന്റെ സന്നിധി നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. हम अपने सिरों को प्रभु के सामने झुकाएंगे। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. നിങ്ങളുടെ ജനമാവുന്ന ഞങ്ങളെ വിശ്വാസത്തോടെ പരിശുദ്ധ സന്നിധിയിലേക്ക് താഴ്ത്തി തരുന്നപ്പോ ഇന്നത്തെ രാത്രി കേട്ട വചനം ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്കും എഴുതപ്പെടണമേ കർത്താവേ. അങ്ങയുടെ ദാസന്മാരെ ഈ വചനത്താൽ അങ്ങ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ കർത്താവേ. പുതിയ ചില ജീവിത അനുഭവങ്ങൾ ഓരോരുത്തർക്കും സ്വർഗം കൊടുത്ത് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണം, അങ്ങയുടെ വേല വർദ്ധിപ്പിക്കണം, അങ്ങയുടെ സഭയെ ശുദ്ധീകരിക്കണം, അങ്ങയുടെ രാജ്യത്തെ അവിടുന്ന് ഉറപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങയുടെ ദാസിന്റെ മേലും അഭിഷേകം പകർന്നതിനായിട്ട് സ്തോത്രം. അധികം അനുഗ്രഹിച്ചടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ കൃപയിൽ അധികം കുടുംബമായി ഉപയോഗിച്ചാട്ട് കർത്താവേ സ്തോത്രം. തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന ഈ ശുശ്രൂഷകളിൽ കർത്താവെ ചെറുതും വലുതുമായി എല്ലാ വിഷയങ്ങളിലും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും അതിന് മുഖാന്തരമാക്കുകയും ചെയ്ത് ഞങ്ങളുടെ ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും സ്വർഗം പ്രതിഫലം കൊടുത്ത് മാനിച്ചാട്ട് പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചു നിർത്തിക്കാം. प्रभु हम आपका धन्यवाद करते हैं इस अच्छे समय के लिए प्रभु, अच्छी संगति के लिए हम आपका धन्यवाद करते हैं प्रभु, आपके सामर्थी वचन के लिए हम आपका धन्यवाद करते हैं परमेश्वर। आपका सामर्थी वचन जो हमें जीवन देता है प्रभु, आपका सामर्थी वचन जो प्रभु हमें जगाता है प्रभु परमेश्वर, आपका सामर्थी वचन जो जीवन के मार्गों पर हमें ले चलता है प्रभु। हम धन्यवाद करते हैं आपके दास के लिए जिनके माध्यम से प्रभु आपका सामर्थी वचन हमारे लिए आज फिर से आया प्रभु। हम आपका धन्यवाद करते हैं आपके दास के लिए, उनके परिवार के लिए, उनकी सेवकाई के लिए प्रभु। उन्हें आप बहुत आयत से आशीष दें और अधिक अपने अभिषेक से अपनी सामर्थ्य से भरकर उन्हें बहुतों के लिए एक बड़ी आशीष का कारण बनाए प्रभु। आपने हम सब के लिए उन्हें एक आशीष का कारण बनाया, धन्यवाद। आज जितने भी लोग शामिल हुए और आगे आने वाले दिनों में जितने भी लोग इन वचनों को सुनने वाले हैं प्रभु, उन सब के लिए प्रभु आपने अपने दास को आशीष का कारण बनाया, इसके लिए हम आपका धन्यवाद करते हैं प्रभु। जो वचन हमने सुने हैं परमेश्वर, वो वचन हमारे दिल की पट्टियों पर लिखे जाएं परमेश्वर। हम उसने सुनकर भूलने वाले नहीं प्रभु, बल्कि उन पर चलने वाले बनने पाए। और जैसे हमने आज सीखा है परमेश्वर, आप हमें परीक्षा में न लाएं परंतु बुराई से या दुष्ट से हमें बचा कर रखें प्रभु। परीक्षाएं जब आती हैं परमेश्वर तो हम कुड़कुड़ाने वाले नहीं प्रभु जी, हम विद्रोह करने वाले नहीं, बलवा करने वाले नहीं प्रभु, बल्कि आपने जो हमें बुलाहट दी है प्रभु, आपने जहां परमेश्वर जो बड़ी बुलाहट हमें सौंपी है उसकी ओर देखते हुए परमेश्वर, उस पर परमेश्वर, उस बुलाने वाले पर विश्वास करते हुए प्रभु आगे बढ़ने में आप हमारी मदद करें, सहायता करें। परीक्षाओं में स्थिर रहने का अनुग्रह आप हमें दें प्रभु। हम परमेश्वर गिर न जाएं परमेश्वर, हम नाश न हो जाएं प्रभु, बल्कि परमेश्वर हम यहाँ इस जिंदगी में आपके साथ विजेता बनने पाए और यहाँ के बाद परमेश्वर हमेशा हमेशा हम आपके साथ रहने वाले बनने पाए। उसके लिए जरूरी अनुग्रह और जरूरी सामर्थ्य आप हम में से हर एक को भरें प्रभु। आज आए हुए सारे आपके दासियों को, आपके बच्चों को हम आपके हाथों में समर्पित करते हैं। अपने अनुग्रह से, अपनी सामर्थ्य से भरें, अपनी महिमा के लिए आप इस्तेमाल करें और आपके वचन पर परमेश्वर चलने के लिए हम में से हर एक की मदद करें, सहायता करें। सारी बातों के लिए हम आपका धन्यवाद करते हैं। सारा आदर, सारी महिमा हम आपके नाम को समर्पित करते हैं प्रभु। प्रार्थनाओं को सुना, उत्तर दिया, धन्यवाद प्रभु यीशु मसीह के नाम से मांगते हैं, आमेन आमेन। थैंक